ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ നിങ്ങളോട് വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, നിങ്ങൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസറും തരിക. അപ്പോൾ അതായത് ഇത് നമ്മൾ നിരന്തരം വാർത്തകൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ആൻസർ പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ, കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2023 വലിയ വിവാദമായ ബ്രഹ്മപുരം മാലിന്യ തീപിടുത്തം ഏത് മേഖലയിലെ പരാജയമാണ് സൂചിപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻ, 2023 വലിയ വിവാദമായ ബ്രഹ്മപുരം മാലിന്യ തീപിടുത്തം ഏത് മേഖലയിലെ പരാജയമാണ് സൂചിപ്പിക്കുന്നത്? അതിനുള്ള ഓപ്ഷൻസ് ഞാൻ തരാം. 1 വിദ്യാഭ്യാസം, 2 മാലിന്യ സംസ്കരണം, 3 ആരോഗ്യ മേഖല, 4 ഗതാഗതം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: 1 വിദ്യാഭ്യാസം, 2 മാലിന്യ സംസ്കരണം, 3 ആരോഗ്യ മേഖല, 4 ഗതാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഇതിൻ്റെ ആൻസർ ഞാൻ മെസ്സേജ് ചെയ്തേക്കാം കേട്ടോ, അതായത് ഞാൻ ഇതിൽ താഴെ മെൻഷൻ ചെയ്തേക്കാം. രണ്ടാമത്തേത്, 2020-2024 കാലഘട്ടത്തിൽ കേരളം നേരിട്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നം. 2020-2024 കാലഘട്ടത്തിൽ കേരളം നേരിട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അതിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 1 കയറ്റുമതി കുറവ്, 2 വിദേശ നിക്ഷേപം കുറവ്, 3 കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, 4 കൃഷി ഉൽപ്പാദനത്തിലുള്ള കുറവ്. അതായത് 1 കയറ്റുമതി കുറവ്, 2 വിദേശ നിക്ഷേപം കുറഞ്ഞത്, 3 കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, 4 കൃഷി ഉൽപ്പന്നം കുറഞ്ഞത്, അതായത് കൃഷി ഉൽപ്പാദനം കുറഞ്ഞത്. അടുത്തത്, സംസ്ഥാനത്തെ വേതനവും പെൻഷനും വൈകിയത് എന്തിൻ്റെ ഫലമായിട്ടാണ്? ചോദ്യം, സംസ്ഥാനത്തെ വേതനവും പെൻഷനും വൈകിയത് പ്രധാനമായും എന്തിൻ്റെ ഒരു കാരണം കൊണ്ടായിരുന്നു? അതിൽ ഓപ്ഷൻസ് തരാം. 1 കേന്ദ്ര സഹായം ഇല്ലായ്മ, 2 ഭരണപരാജയം, 3 വരുമാന ചെലവ് അസന്തുലിതാവസ്ഥ, 4 പ്രകൃതി ദുരന്തം. ഓക്കെ, അതായത് ഓപ്ഷൻസ് കേന്ദ്ര സഹായം ഇല്ലായ്മ, 2 ഭരണപരാജയം, 3 വരുമാന ചെലവ് അസന്തുലിതാവസ്ഥ, 4 പ്രകൃതി ദുരന്തം.